കേൾക്കുന്നില്ല? റമദാനൊക്കെ റാഹത്തല്ലെന്ന് ചോദിക്കാം. അൽഹംദുലില്ലാ. പിന്നെ ഞാൻ ഒരു വിത്ര നിസ്കാരത്തെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ച. വിത്ര നിസ്കാരം ശരിക്ക് വിത്ര നിസ്കാരേ എത്ര റക്അത്താ ശരിക്ക്? വിത്ര നിസ്കാരം എന്ന് പറഞ്ഞാല് വിത്ര നിസ്കാരം ഇപ്പൊ 1 3 11 എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ എത്ര? അല്ല, അല്ല, ഒറ്റ വിത്ര എന്ന് പറഞ്ഞാല് ഒറ്റാണ്. അപ്പൊ ഒറ്റ കൊണ്ട് മതിയാക്കാവുന്ന ഒരു റക്അത്തിലാണ് നിസ്കരിച്ചാലും വിത്ര നിസ്കരിച്ചു. 11-ലേറെ നബി ഒരിക്കലും നിസ്കരിച്ചിട്ടില്ല എന്നാണ് ആയിഷ പറഞ്ഞത്. 11-ലേറെ നിസ്കരിച്ചില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. വിത്ര നിസ്കാരം മാക്കാൻ യസീദു ഫി റമദാന വലാ ഫി അലാ 11. അത് ഇരട്ടയായി നിസ്കരിച്ചിട്ട് അവസാനം ഒറ്റയാക്കണം. അങ്ങനെ അപ്പൊ അങ്ങനെ 11 റക്അത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിത്ര നിസ്കരിച്ചത് അല്ലേ? അതിന്റെ പരിപൂർണ്ണ പിന്നെ അത് എങ്ങനെയാ ഒരാള് ഒരു റക്അത്ത് നിസ്കരിക്കുള്ളൂ എന്ന് പറഞ്ഞാലും അയാൾ വിത്ര നിസ്കരിച്ച ആകെയുള്ള കൂലിന്റെ 11 കിട്ടുള്ളൂ മാത്രം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 നിസ്കാരം 11 പൂർത്തിയാക്കി നിസ്കരിച്ചു എപ്പോഴും അല്ലേ? 11 വരെ നിസ്കരിക്കുന്നുണ്ട്. അതിനേക്കാൾ അധികരിപ്പിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ ഈ തറാവീഹിൽ ഇത് പറയുന്നതോ? അത് തറാവീഹ് പിന്നതായ പേരാണ്. അത് റമദാനിലുള്ള വിത്ര നിസ്കാരത്തിന്റെ ഉണ്ടായ പേരാണ് ഈ തറാവീഹ് എന്നുള്ളത്. ഇടക്ക് ആളുകൾ 4 റക്അത്ത് നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് പിന്നെ കുറെ കഴിഞ്ഞ് 4 റക്അത്ത് അത്ര സുദീർഘമായി 4 റക്അത്ത് കേൾക്കുമ്പോൾ ക്ഷീണിച്ചോതെയായി. അപ്പൊ ഇടയ്ക്ക് ഞാൻ വിശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തറാവീഹ് വിശ്രമങ്ങൾ എന്ന അർത്ഥത്തിൽ പറഞ്ഞ. അഥവാ ഈ പിന്നെ അതായത് വിത്ര നിസ്കാരം തന്നെയാണോ തറാവീഹ് നിസ്കാരം? അതെ അതെ. അല്ലാതെ തറാവീഹ് എന്ന് പറഞ്ഞിട്ട് വേറെ നിസ്കാരമൊന്നുമില്ല. കൂടാതെ വേറെ നിസ്കാരമില്ല. തറാവീഹും വിത്രും ഒക്കെ ആയിട്ട് ആകെ ഒരൊറ്റ നിസ്കാരമേ ഉള്ളൂ. അതെ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒരു പിന്നെ നിസ്കാരം ജമാഅത്താക്കി നിസ്കരിച്ചു എന്ന് പറയുന്ന നിസ്കാരം ഏതാണ്? അത് തന്നെ. ഏത്? ഈ 11 പറയുന്ന ഈ വിത്ര നിസ്കാരം. അല്ലാതെ പിന്നെ തറാവീഹായിട്ട് സെപ്പറേറ്റ് വേറെ നിസ്കാരമില്ല അല്ലേ? അപ്പൊ ഈ റമദാനിലും അല്ലാത്തപ്പോഴും എന്ന് പറയണമെങ്കിൽ റമദാനിലും അല്ലാത്തപ്പോഴും ഉണ്ടാകുന്ന നിസ്കാരത്തെ കുറിച്ചാവട്ടെ. അല്ലാത്തപ്പോ റമദാനിൽ കൂടുതൽ നിസ്കരിച്ചാണ്. എങ്ങനെ? റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം എങ്ങനെയായിരുന്നു എന്ന് റമദാനിൽ കൂടുതൽ നിസ്കരിച്ചോ എന്നുള്ള അന്വേഷണമാണ്. അപ്പോഴാണ് റമദാനിൽ അല്ലാത്തപ്പോഴൊക്കെ വരുന്നതിന്. അതെ, ഈ റമദാനില് അല്ലാത്തപ്പോഴും നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ റമദാനിലെ നിസ്കാരത്തെ പറ്റി ചോദിച്ചപ്പോ പറഞ്ഞാണ് റമദാനിലെ നിസ്കാരത്തെ സംബന്ധിച്ച് അതിൽ കൂടുതൽ റക്അത്ത് നിസ്കരിച്ചിരുന്നു എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പൊ അത് വേറെ നിസ്കരിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഈ മക്കത്തെ മദീനത്തൊക്കെ ഒരു 20 റക്അത്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് നമ്മളെന്താ അതിന്റെ ശേഷം അതിങ്ങനെ ഈ 23 ഇപ്പൊ നടന്നു വന്നതിന്റെ ഒരു തുടർച്ചയാണ്. 23 നടന്നു പറ്റിയിരുന്ന കാലത്ത് അതോ പിന്നെ സൗദികൾക്ക് അത് പിടിച്ചടക്കിയത് 23. അപ്പൊ അന്ന് അവിടുത്തെ അല്ല അതങ്ങനെ നടന്നു കൊണ്ടിരുന്ന കാലത്താണ് സൗദികൾ പിടിച്ചടക്കി. അതിന്റെ മുമ്പ് നടപ്പിൽ വന്നാണ് 23. പിന്നെ അന്ന് നടപ്പിലുണ്ടായിരുന്ന കാര്യത്തിൽ വിവാഹത്തിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ലോക മുസ്ലിം ഒരു എന്നുള്ള അവർ പിൻവാങ്ങിയതാണ്. ലോക മുസ്ലിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അങ്ങനെയാണ്. അപ്പൊ അതുവരെ ഇല്ല, പലയിടത്തും ഇതുണ്ടായിരുന്നു, എല്ലായിടത്തും അല്ല. പിന്നെ അപ്പോ എല്ലാവരും വന്നിരുന്ന സ്ഥലത്ത് ചെയ്തിരുന്നാണല്ലോ. അപ്പം ഇഷ്ടമുള്ളവർക്ക്
പിന്നെ അതിൽ തുറന്നിട്ട് പിന്നെ 10 റക്അത്ത് നിസ്കരിച്ച് പിന്മാറിയിട്ട് അവസാന റക്അത്തിൽ കൂടാ. അത് അവിടെ അത് മാത്രമല്ല, അതിന് സൗകര്യപ്പെടുന്ന രീതിയിലാണ് അവിടെ 2 ഇമാമിയങ്ങളാണ് നിസ്കരിക്കുന്നത്. ഒരാൾ 8 റക്അത്ത് നിസ്കരിച്ച് പിന്മാറും, എവിടെ മക്കത്താ? മറ്റേ ആൾ 8 റക്അത്ത് നിസ്കരിച്ച് 13 കൂടി നിസ്കരിക്കും. അപ്പൊ ഈ ഇമാമ് ഈ 3 വന്ന് കൂടും. അപ്പൊ 8 8 16 3 19 അല്ല 8 അല്ല 8 3 11. 8 3 11. അല്ല 4 റക്അത്ത് 4 4 20 10 പിന്നെ 20 ഇതിലല്ലേ. ഞാനിപ്പോ മൗലവി ഞാനിപ്പോ സൗദിയിലാണല്ലേ. ഞാൻ പലപ്പോഴും ഇവിടെ മക്കത്തും മദീനത്തൊക്കെ, ഞാൻ ഇപ്പൊ റിയാദിലാണല്ലേ. ഞാൻ പലപ്പോഴും മക്കത്തും മദീനത്തൊക്കെ എന്തായിട്ടുണ്ട്, ഈ നിസ്കാരത്തിന് പങ്കെടുത്തിരുന്നു. അപ്പൊ അവിടെ പിന്നെ 20 3 റക്അത്ത് തറാവീഹ്, അങ്ങനെ 23 റക്അത്താണ് നിസ്കരിക്കുന്നത്. അതെ, 2 ഇമാമിയങ്ങളാണ് നിർവഹിക്കുന്നത്. 2 ഇമാമിയങ്ങള് ആണ് 2 ഇമാമിയങ്ങളാണ് നിർവഹിക്കുന്നത്. അതെ, അപ്പൊ ഈ ഇമാമിന് ഈ വിദ്യാർത്ഥി ചെയ്യേണ്ട സൗകര്യം ചെയ്യേണ്ടെന്നുള്ള ആൾക്കാണ്. അപ്പൊ മൗമൂമികൾക്ക് 11 നിശ്ചയിക്കുന്നവർക്ക് ഒരു ഇമാമിനെ തുടർന്നിട്ട് വിട്ടുന്ന് കാത്തിരിക്കാം. പിന്നെ 23 2 ഇമാമിനും ഒന്നായിട്ട് തുടരാം. അല്ല അപ്പൊ അവിടെ രണ്ടാമത് വീണ്ടും പ്രശ്നമല്ല വരുന്നത് അങ്ങനെ ആവുമ്പോ. അതായത് ആദ്യം ഒരാള് 10 നിസ്കരിച്ചിട്ട് പിന്മാറിയാല് പിന്മാറിയ 1 അവസാനിക്കും. അപ്പൊ പിന്നെ ഇഷ്ടമല്ല ഈ 11 പേർക്ക് അപ്പൊ പിന്മാറാം. ഓക്കെ, 11 പേർക്ക് പിന്മാറാം. അപ്പൊ രണ്ടാമത് നിസ്കരിക്കുന്ന ഒരാള് 10 നിസ്കരിക്കുക, പിന്നെ 3, അപ്പൊ 13 പോകൂലേ? അത് അല്ല, അയാള് 10 ആള് കേട്ടോ. ഇത് പിന്നെ അല്ല 13 ആവൂല. 8 എത്ര 8 8 16. പക്ഷെ 8 8 8 വരിക ശരിക്കും. ആദ്യം 10 നിസ്കരിച്ചിട്ട് ഒരാൾ പിന്മാറിക്കഴിഞ്ഞാല് പിന്നെ പിന്നെ നിങ്ങൾ പറയുന്ന പോലെ ഒരാൾക്ക് വേണ്ടിട്ട് 1 റക്അത്തിന് മാറ്റി നിൽക്കാൻ നോക്കുക. അപ്പൊ രണ്ടാമത് നിസ്കരിക്കുന്ന ആളും 10 പിന്നെ 3 നിസ്കരിക്കുന്നത്. അപ്പൊ എന്തായി 23 ആൾക്കാരും ഉണ്ടാവൂലേ ഏതിന്? അത് പിന്നെ ചെന്നില്ല. ഒരു 23 സമ്പ്രദായം ഉണ്ടായിരുന്നിടത്തുനിന്ന് അതൊന്നും ചോദിച്ചതാണ്. അപ്പൊ 23 സമ്പ്രദായക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തെളിവ് ഉണ്ടാവൂല വ്യക്തമായിട്ട് എങ്ങനെ ഉണ്ടാവുമെന്നുള്ളത്. പിന്നെ അതിന്റെ സമ്പ്രദായം അങ്ങനെ ആയിപ്പോയതാണ്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 ഏറ്റിയിരുന്നില്ല എന്ന് കേട്ടാൽ പിന്നെ അവർക്ക് തെളിവുണ്ടായിരുന്നു എന്ന് അന്വേഷിച്ചാക്കേണ്ട ആവശ്യം എന്താ? അപ്പൊ നമ്മളെ സംശയം എന്താ പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ 11 മുതൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ നോക്കുക. സംശയമൊക്കെ ഇപ്പൊ രീതിക്ക് തീർച്ചയായും കഴിയോ? എല്ലാവരും അവിടെ ഒരു നാട്ടിലുള്ള സമ്പ്രദായമാണ് അല്ലേ? അതെല്ലാം ചോദിച്ചേ. ഞാൻ പറയുന്നത് നബിന്റെ സുന്നത്താണ്, മറ്റൊരു നാട്ടിലുള്ള സമ്പ്രദായമാണ്. അപ്പൊ നബിയുടെ സുന്നത്തല്ലാത്തൊരു കാര്യം നാട്ടിലുണ്ടായി, അതോ ഹറമൈനിയിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാല് മുസ്ലിം എത്രയോ കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കുറേശ്ശൊക്കെ മാറ്റി വെച്ചാൽ. പക്ഷെ ഇതുവരെ അത് അന്നോ ഇതുവരെ ഇടക്കാലത്തൊരു മാറ്റം വന്നതായിട്ട് നമുക്ക് റിപ്പോർട്ട് പറയാൻ പറ്റും അതില്? ഹലോ ഹലോ, അതായത് ഇപ്പൊ 23 എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ സമ്പ്രദായമായിട്ട് നമ്മളിപ്പോ പറയാൻ കൂട്ടെ അവർക്ക് സംബന്ധിച്ച് ഇതൊരു നാട്ടു സമ്പ്രദായമാണെന്ന് പറയാം. അപ്പൊ അത് എന്ന് മുതൽ തുടങ്ങിയതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് ആ സമ്പ്രദായം അതല്ല നബിന്റെ കാലത്തില്ലാന്ന് നമുക്ക് ഉറപ്പില്ലേ? അപ്പൊ പിന്നെ എപ്പോ തുടങ്ങിയതാണെന്ന് നമ്മൾ പറയേണ്ടി വരുമല്ലേ? അതും അറിയാൻ പറ്റൂല. ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു വിദേശത്ത് അല്ലെങ്കിൽ ഒരു സുന്നത്ത് വിരുദ്ധമായിട്ടുള്ള കാര്യം എന്ന് തുടങ്ങി എന്നുള്ള എഴുതിയെത്താൻ പറ്റൂല. അതൊരു ആളുകൾക്ക് എത്രയും നമസ്കരിക്കാന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയോട് വന്നിട്ട് എത്രയും
അതാണ് ഏറ്റവും സുന്നത്ത് എന്ന തരത്താണ് നമ്മൾ. അല്ല, അപ്പോ അങ്ങനെയാണ് എന്റെ സംശയം ചോദിക്കുന്നത്. എന്താ പറയുക, ഇങ്ങനെ ആവുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ഒരു കർമ്മത്തിനെതിരായിട്ട് സഹാബാക്കൾ ചെയ്തു എന്ന് പറയേണ്ടി വരൂല്ലേ നമ്മള്? അത് സഹാബികൾ ചെയ്തു എന്ന് പറയാൻ പറ്റൂല. അപ്പൊ പിന്നെ നമ്മൾ എപ്പോ തുടങ്ങി എന്ന് പറയേണ്ടി വരുമല്ലോ? അത് കൃത്യമായിട്ട് പറയാൻ പറ്റൂല. ഒരു ഒരു ഇന്ന ആള് തുടങ്ങി, പ്രത്യേകിച്ച് ഹറമൈനൊക്കെ ആവുമ്പോ ആള് തുടങ്ങിയ ഒരാൾ വ്യക്തി ഇതിപ്പോ യഥാർത്ഥത്തിൽ പെരയിൽ വെച്ച് നിസ്കരിക്കേണ്ടതാണ്, പള്ളിയിൽ വെച്ചിട്ട് ശീലമായതാണ്. അപ്പോ ആര് തുടങ്ങി, എത്ര ആൾ തുടങ്ങി, ഏത് കാലത്ത് തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു പള്ളിയിലും ഇത് അലജീത്ത് തറാബി നമസ്കരിക്കാതെ വീട്ടിൽ വെച്ചിട്ട് വിട്ടു നിസ്കരിച്ച ഒരു കുഴപ്പമില്ല. നബി റമദാനിലും പിന്നെ ഒരു പ്രാവശ്യമായിട്ടാണ് ജനങ്ങൾക്ക് പ്രോത്സാഹിപ്പിച്ച് മറ്റൊക്കെ വീട്ടിൽ തന്നെ നിസ്കരിക്കല്. അപ്പൊ അത് കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ തറാവി നമ്മൾ പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കുന്നുണ്ടല്ലോ. 8 നിസ്കരിക്കുന്നവരും 20 നിസ്കരിക്കുന്നവരൊക്കെ നിസ്കരിക്കുന്നുണ്ട്. തറാവിയെ വീട്ടിൽ വെച്ചിട്ട് നിസ്കരിക്കാം. അല്ല, അപ്പൊ നമ്മൾ അവിടെ ഒരു ബിസിനസ് ഉണ്ടാക്കി എന്ന് പറയണ്ടേ? അപ്പൊ അതിലെല്ലാവരും അല്ല ചെയ്തിട്ടുണ്ട്, പള്ളിയിൽ ചെയ്തിട്ടുണ്ട്, നബി വിരോധിച്ചിട്ടില്ല. പള്ളിയിൽ നിന്ന് ചില ആളുകൾ വീട്ടിൽ സൗകര്യമില്ലാത്ത ആളുകൾ മദീന പള്ളിയിൽ താമസിക്കുന്നവരുണ്ടായിരുന്നു. അവരവിടെ നിസ്കരിച്ചിട്ടുണ്ട്, നബി വിരോധിച്ചിട്ടില്ല. പക്ഷെ അവിടെ റക്കാത്ത് ഒരു വ്യക്തമായിട്ടില്ല എന്നർത്ഥം. അന്ന് റക്കാത്തില്ല. അന്ന് റക്കാത്ത് നമുക്ക് അന്നത്തെ റക്കാത്തിനെ പറ്റി നമുക്കറിയില്ല. നബിന്റെ റക്കാത്തിനെ പറ്റി അറിയാം, പിന്നെ മറ്റന്വേഷിക്കൊണ്ടേയില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 നിർത്തിയിട്ടു. അല്ല ഒന്നും നിർത്തി. അല്ല, ഞാനൊരു കാരണം നമ്മളൊരു ഈ വിഷയത്തിലേ